അവിടെയും പോളിംഗിൽ വോട്ടർമാർ എത്തിക്കഴിഞ്ഞല്ലോ. അഷ്കർ, എന്താണ് അവസ്ഥ? വോട്ടർമാർ എത്തി തുടങ്ങിയത് മാത്രമല്ല, നീണ്ട നിര രൂപപ്പെട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നിൽക്കുന്നത് ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. ഈ 3 ബൂത്തുകളിലും സ്ത്രീകളുടെ അടക്കം വലിയ സാന്നിധ്യം ഈ ഘട്ടത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കൂടുതൽ ആളുകൾ ബൂത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നു എന്നുള്ളത് നമുക്കൊരു പക്ഷേ കൃത്യമായി ഇന്നത്തെ പോളിംഗിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ്. കാരണം അത്തരത്തിൽ രാവിലെ തന്നെ വലിയ തോതിൽ ആളുകൾ ക്യൂവിലേക്ക് അല്ലെങ്കിൽ വരികളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 3 ബൂത്തിനും ഒരേപോലെ ഇത്തരത്തിൽ ആളുകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ശക്തമായ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ വെള്ളത്തോൾ നഗർ. അവിടെ ശക്തമായൊരു മത്സരമാണ് UDF കാഴ്ചവെക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിലെ ഭൂരിപക്ഷത്തിനനുസരിച്ച് മണ്ഡലത്തിൽ തന്നെ വിധി നിർണ്ണയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ ഇരു മുന്നണികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ശക്തമായൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ പാർട്ടിയുടെയും മുതിർന്ന നേതാക്കളടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ പ്രചരണത്തിനെത്തിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ വെള്ളത്തോൾ നഗർ. അത്തരത്തിൽ ശക്തമായൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നു. എന്തായാലും ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് പോളിംഗ് ആരംഭിക്കാൻ വേണ്ടി ഉള്ളത്. അതിനു മുമ്പ് തന്നെ ഇവിടെയൊക്കെ ആളുകളുടെയൊക്കെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നതാണ് നമുക്കിവിടെ ബൂത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യ വോട്ടറായി അതെ, എല്ലാ വർഷവും ആദ്യ വോട്ട് ചെയ്യാറുണ്ട്. ആദ്യ വോട്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്താണ് ഇത്തവണത്തെ ഒരു ഇത് കാര്യം? എന്താ ഈ പ്രതിബദ്ധതായി അല്ല, പോരാട്ടം ഉണ്ട്, പേര് പറയണ്ടേ? പോരാട്ടം ശക്തമായ പോരാട്ടമാണ്. ഇത്തവണ നല്ല വാശിയിലാണ് ഞങ്ങൾ. കുഴപ്പമില്ല, ഒന്ന് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ഞാനും ഉണ്ടാവും എല്ലാ വർഷവും. രണ്ടും ഒരുമിച്ചാണ് എല്ലാ വർഷവും? അതെ അതെ അതെ. 2 പാർട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ. 2 പാർട്ടിയാണെങ്കിൽ വോട്ട് ചെയ്യാൻ എല്ലാ തെരഞ്ഞെടുപ്പിനും ഒരുമിച്ച് എത്തും. അല്ല, ബൂത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന കാര്യമില്ല. ഒരു വർഷം ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളാണ്. ഓക്കെ ഓക്കെ. പേരെന്താ? അഹമ്മദ് ഖാദർ. എന്തായാലും 2 സഹോദരങ്ങളാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ 2 പേരും 2 പാർട്ടിക്കാരാണെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും എല്ലാ തെരഞ്ഞെടുപ്പിനും ആദ്യ വോട്ടർമാരെ ഞങ്ങൾ 2 പേരും ഇവിടെ ഉണ്ടാകുമെന്നാണ് അവർ തന്നെ പങ്കുവെക്കുന്നത്. എന്തായാലും ഇത്തരത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനാധിപത്യത്തിൻ്റെയൊക്കെ ഒരു നേർചിത്രം എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലൊരു സന്തോഷ നിമിഷം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയും. എന്തായാലും അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യം തന്നെ വോട്ടർമാരായി എത്തുക എന്നുള്ളതാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. അത് വലിയ തോതിൽ ഇപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ വീടുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വോട്ടർമാർ നിറയുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രേക്ഷകർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റിന് 10 മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്കും ചേലക്കരയിലും വയനാട്ടിലും വോട്ടർമാർ ജനവിധി രേഖപ്പെടുത്തി തുടങ്ങും. ജനവിധി രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തുകളുടെ മുന്നിൽ വലിയ ക്യൂ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇപ്പോൾ നോക്കൂ, തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വിവിധ ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ചേലക്കരയിലും വയനാട്ടിലും കനത്ത മത്സരമായിരിക്കും എന്നതിൻ്റെ സൂചനകളാണ് ആദ്യഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്.